ഈ അഹങ്കാരം എന്നൊരു സാധനം കോൺഗ്രസിന്റെ തലയിൽ ഇപ്പോഴുമുണ്ട്. അതിലൊരു മാറ്റവുമില്ല. വാശി അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അത് തന്നെ ചെയ്യും. അത് തന്നെ ചെയ്യാവൂ എന്ന് കോൺഗ്രസ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്കും കൂടെ നിർദ്ദേശം നൽകുകയും ചെയ്യും. നമുക്കറിയാം, ഇത്തവണ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ ആദ്യം വന്ദേമാതരം മുഴുവനായി ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര സർക്കാരൊക്കെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചതാണ്. അത് അനുസരിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും ഹിമാചൽ പ്രദേശിലും അടക്കം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനമടക്കം വന്ദേമാതരം പൂർണ്ണമായി തന്നെ ആലപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. AICC ആസ്ഥാനത്തും ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെ സെറ്റ് ചെയ്തു വെച്ച ഈ ഗാനം പാടുന്ന ടീമുകൾ അവരും വന്ദേമാതരം പൂർണ്ണമായി തന്നെ പാടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഇത് കേട്ട ഉടനെ, അത് ആദ്യത്തെ 2 ചരണം കഴിഞ്ഞ ഉടനെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുലും ഒക്കെ അസ്വസ്ഥനാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഇതൊക്കെ ആരാണ് മുഴുവനായിട്ട് പാടാൻ പറഞ്ഞത്, ഒന്ന് നിർത്തട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി അവിടെ ദേഷ്യം കാണിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടുകൂടി കോൺഗ്രസിന്റെ സ്വഭാവം നമുക്ക് മനസ്സിലായി. അവർക്ക് ഭാരതത്തോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്നടക്കം നമ്മൾ കണ്ടതാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബമടക്കം ഈ സമയത്ത് രംഗത്ത് വന്നു. കോൺഗ്രസ് മാപ്പ് പറയണം, സോണിയാഗാന്ധി അടക്കം മാപ്പ് പറയണം എന്നൊക്കെ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബമടക്കം ഒരു പ്രസ്താവനയായിട്ട് മുന്നോട്ട് വന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായി നമുക്കറിയാം, സോണിയാഗാന്ധി എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ വിദേശ രാജ്യത്തിന്റെ രക്തമായിരിക്കും ആ സിരകളിലൂടെ ഒഴുകുന്നത്. അപ്പോൾ ഭാരതീയ രക്തമൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ടാണല്ലോ ഭാരതത്തോട് വലിയ സ്നേഹമൊന്നും ഈ കോൺഗ്രസിന് ഇല്ലാത്തത്. അതുകൊണ്ടാണല്ലോ ഈ കോൺഗ്രസ്സുകാരൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതും പാകിസ്ഥാനിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന മാമ്പഴമൊക്കെ കഴിക്കുന്നതും. നമ്മുടെ ഇന്ത്യയിലെ മാമ്പഴമൊന്നും ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അലർജി, അത് കഴിച്ചാൽ ചൊറിച്ചിൽ വരും. അപ്പോൾ പാകിസ്ഥാന്റെ മാമ്പഴമൊക്കെയാണ്, വല്ലവിന്റെ ഒക്കെ മാമ്പഴമൊക്കെ കഴിക്കാനാണ് ഈ സോണിക്കും രാഹുലിനൊക്കെ ഭയങ്കര ഇഷ്ടം. നിലവിലിപ്പോൾ AICC ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പിന്നാലെ സംസ്ഥാന ഘടകങ്ങളോട് കർശനമായ ഒരു നിർദ്ദേശമാണ് സോണിയ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അതായത് കോൺഗ്രസ് അടക്കം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. പാർട്ടി പരിപാടികളിൽ ആദ്യ 2 ചരണങ്ങളെ ആലപിക്കാവൂ എന്നാണ് ഹൈക്കമാൻഡ് കർശനമായ ഒരു നിർദ്ദേശം നൽകിയത്. സ്വാതന്ത്ര്യ ദിനത്തിലുണ്ടായ വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒരു കർശനമായ ഒരു നിർദ്ദേശം പുറത്തിറക്കിയിട്ടുള്ളത്. കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമായി സ്വാതന്ത്ര്യ ദിനാഘോഷ സമയത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചത് വലിയൊരു വിവാദമായിരുന്നു. മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ വിലക്കിയിട്ടും വന്ദേമാതരം ആലപനം തുടരുകയായിരുന്നു. സോണിയാഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അനിഷ്ടം പ്രകടിപ്പിക്കുന്നതും കൂടാതെ ആലാപനം വിലക്കുന്നതും, എന്നാൽ ആലാപനം തുടരുന്നതും നമുക്ക് വീഡിയോയിൽ കാണാമായിരുന്നു. AICC തന്നെ ഏർപ്പാടാക്കിയ ഗായക സംഘമാണ് വന്ദേമാതരം മുഴുവനായി പാടിയത്. അവർ താമസിക്കുന്നത്, ഈ AICC തന്നെ ഏർപ്പാടാക്കിയ ഗായക സംഘം താമസിക്കുന്നത് ഭാരതത്തിലാണ്. അപ്പോൾ ഭാരതത്തിൽ ഒരു നിയമം വരികയാണ്. കേന്ദ്ര സർക്കാർ തന്നെ, ഭാരതം ഭരിക്കുന്ന പ്രധാനമന്ത്രി അടക്കം കേന്ദ്ര സർക്കാർ തന്നെ ഒരു നിയമം കൊണ്ടുവരുന്നു. വന്ദേമാതരം പൂർണ്ണമായി തന്നെ നിങ്ങൾ ആലപിക്കണമെന്ന് ഒരു നിയമം വന്നാൽ അത് ഈ നമ്മുടെ ഭാരതത്തിലെ 140 കോടി ജനങ്ങളും ആ ഒരു നിയമം പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്.